ട്രേഡേഴ്സ് ഗുഡ് മോർണിംഗ്. ഇന്ന് മാർക്കറ്റിൽ ഞാനിപ്പോൾ ട്രേഡുകളൊന്നും എടുത്തിട്ടില്ല. ഒരു 9:30 ആയിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് നോക്കിയാൽ കാണാൻ പറ്റും, മേളിലൊരു സി പി ആറിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. താഴത്ത് വീക്ക്ലി സി പി ആറിൻ്റെ സപ്പോർട്ട് എടുത്താണ് മാർക്കറ്റ് മേളിലേക്ക് പോകുന്നത്. അപ്പോൾ അടുത്തൊരു ക്യാൻഡിലൂടെ ട്രേഡ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു ക്യാൻഡിൽ ഹൈയോ വല്ലതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാം. നമ്മുടെ കൺവിക്ഷൻ വെച്ചിട്ടും മാർക്കറ്റ് മേളിലേക്ക് പോകാൻ തന്നെയാണ് ഒരു ചാൻസസ് കാണുന്നത്. അപ്പോൾ ഇതുവരെ ട്രേഡുകളൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു ക്യാൻഡിലിൽ ട്രേഡ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. സാധാരണ നമ്മൾ വയ്ക്കുന്ന പോലെ തന്നെ ഒരു അപ്സൈഡ് മൊമെൻറ്റം ഒരു 100 പോയിൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ട്. 50 to 400 കോള് ബൈ ചെയ്തിട്ടുണ്ട്. ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേവറായിട്ട് തന്നെയാണ് മാർക്കറ്റ് പോകുന്നത്. ഇപ്പോൾ ഒരു 2000 സംതിങ്ങിൻ്റെ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് സാധാരണത്തെ പോലെ തന്നെ ഒരു 100 പോയിൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാവുന്നതാണ്. പക്ഷേ സി പി ആർ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു വൈഡ് സി പി ആർ ആണ് ഇന്ന് കാണുന്നത്. മാർക്കറ്റ് സൈഡ് വേസ് ആവാനും ചാൻസസ് ഉണ്ട്. പക്ഷേ രാവിലെ ആയതുകൊണ്ട് അത്യാവശ്യം നമ്മുടെ ടാർഗറ്റ് തരുമെന്നാണ് വിചാരിക്കുന്നത്. ഒരു 10,000 പ്ലസിൻ്റെ ടാർഗറ്റും ഒരു 6,000 ഒരു ലോസുമാണ് നമ്മളിന്ന് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 20 പോയിൻറ്റ്സിൻ്റെ ഒരു അപ്സൈഡ് മൊമെൻറ്റം തന്നിട്ടുണ്ട്. ഒരു 38 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും കൂടെ നമുക്ക് വച്ചേക്കാം. ഇനി എങ്ങാനും മാർക്കറ്റ് ഡൗൺ സൈഡ് മൊമെൻറ്റം ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ലോസിൽ എപ്പോഴും ഇൻഡക്റ്റഡ് ആയിരിക്കണം. ഇതൊരു സ്റ്റോപ്പ് ലോസിൻ്റെ ഒരു ഗെയിമാണ്. എത്ര റിസ്ക് റിവാർഡ് റേഷ്യോയുടെ ഒരു ഗെയിം എന്നാണ് ആക്ച്വലി ഇതിനെ നമുക്ക് പറയേണ്ടത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ട്രേഡിംഗ് ഇൻ ദ സോൺ ബുക്ക് എടുത്ത് എപ്പോഴും വായിക്കുന്നത് നന്നായിരിക്കും. ഞാൻ നമ്മളുടെ ട്രേഡ് എടുത്ത ഇതും കൂടെ ഒന്ന് പ്ലോട്ട് ചെയ്ത് തരാം. ഒരു 430 നമ്മളുടെ ട്രേഡ് എടുത്തത്. ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും ഒരു 38 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും ഒരു 1:3 റിസ്ക് റിവാർഡ് റേഷ്യോ തന്നെയാണ് വയ്ക്കുന്നത്. ഇപ്പോൾ ഏകദേശം നമുക്ക് ഫേവറായിട്ട് തന്നെയാണ് മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 370 നമുക്ക് നമ്മുടെ ട്രേഡ് എക്സിക്യൂട്ട് ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചേക്കാം. സ്റ്റോപ്പ് ലോസ് 38 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ 332ഉം ട്രിഗർ പ്രൈസ് 333ഉം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസും കൂടി ഇൻഡക്റ്റ് ആണ്. ഇനി എങ്ങാനും മാർക്കറ്റ് ടേൺ അറൗണ്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നാവട്ടെ. ഇതിപ്പം ഞാൻ ട്രേഡ് എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിൽ ഒരു സി പി ആറിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. എല്ലാവരും ഇവിടുന്ന് ഷോർട്ട് ചെയ്ത് കാണും. പിന്നെ ഇവിടെ നോക്കിയ ഒരു ഡബ്ല്യു പാറ്റേണും കൂടെ ഫോം ചെയ്യുന്നുണ്ട്. അവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മേളിലേക്ക് നമ്മുടെ ടാർഗറ്റ് തരാൻ വളരെ പോസിബിലിറ്റി ഉണ്ട്. എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് അവിടെ സെല് ചെയ്തിരിക്കുന്ന എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസും മേളിലാണ്. സോ നമ്മളും അത് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ അവരുടെ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യുക. സെല് ചെയ്തിരിക്കുന്ന സി പി ആർ കണ്ട് സ്റ്റോപ്പ് ലോസ് സെല് ചെയ്തിരിക്കുന്നവരുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെയും ഒരു വിഷൻ. അപ്പം വളരെ സ്മൂത്തായിട്ട് മാർക്കറ്റ് നമുക്ക് ഫേവറായിട്ട് പോകുന്നുണ്ട്. നോക്കാം. എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ കുറച്ചും കൂടി ഈ ട്രേഡിംഗ് ഇൻ ദ സോൺ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. ഞാൻ എല്ലാവർക്കും, അല്ലെങ്കിൽ എനിക്ക് വളരെ യൂസ്ഫുള്ളായൊരു ബുക്കാണ്. അതിൻ്റെ മലയാളം കിട്ടാനുണ്ട്. ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ട്രേഡിംഗ് ഇൻ ദ സോൺ, ഞാൻ അതിനെപ്പറ്റി ഒരു ഷോർട്ട് വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അതെടുത്ത് നോക്കിയാലും കാണാൻ പറ്റും. അത് വളരെ ഹെൽപ്ഫുള്ളായ ഒരു ബുക്കാണ്. അപ്പോൾ അത് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും അതൊന്ന് വായിച്ചിരിക്കണം ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക്. കാരണം വളരെ 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 ഹെൽപ്ഫുള്ളായി നമ്മളുടെ ഒരു മൈൻഡ് സെറ്റിനെ എങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിന് ഉള്ളൊരു ബുക്കാണത്. അപ്പോൾ നമ്മൾ വളരെ കാര്യമായിട്ട് ആ ഒരു ബുക്കിനെ കണ്ട് 1, 2, 3 വട്ടം, ഞാനൊരു 3 വട്ടമൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും സൈക്കോളജി പരമായിട്ട് നമുക്ക് ചില സമയത്ത് നമുക്കതിനെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല. വളരെ ഓവർ ട്രേഡിങ്ങിനെ നിർത്താനും നമ്മൾ സ്റ്റോപ്പ് ലോസിന് എപ്പോൾ കൊടുക്കണമെന്നും സ്റ്റോപ്പ് ലോസിൻ്റെ ഇമ്പോർട്ടൻസും ടാർഗറ്റിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും സ്റ്റോപ്പ് ലോസ് ആണ് നമ്മളുടെ ഫ്രണ്ട്. ടാർഗറ്റ് നമുക്ക് എപ്പോഴും ടാർഗറ്റിന് ബുക്ക് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ സ്റ്റോപ്പ് ലോസ് എപ്പോഴും ബുക്ക് ചെയ്തിരിക്കണം. കാരണം നമ്മളുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, മണി മേക്കിങ്ങിനെക്കാട്ടിലും കൂടുതൽ നമ്മളുടെ ഉള്ള ക്യാപിറ്റലിനെ കളയാതെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് സ്റ്റോപ്പ് ലോസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. ആ സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ അറിഞ്ഞാൽ തന്നെ ആ സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങാൻ നമ്മളുടെ സൈക്കോളജി പരമായിട്ട് നമുക്ക് നടന്നാൽ തന്നെ നമ്മൾ ട്രേഡിങ്ങിൽ വിജയിച്ചു. അപ്പോൾ അതുകൊണ്ട് സ്റ്റോപ്പ് ലോസിനെ എപ്പോഴും നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ആണ് നമ്മളുടെ ഫ്രണ്ട്, ടാർഗറ്റ് അല്ല നമ്മുടെ ഫ്രണ്ട്. ടാർഗറ്റ് കിട്ടിയാൽ ഓക്കെ, വി വിൽ മേക്ക് മണി, നോ ഇഷ്യൂ. പക്ഷേ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതൊരു ഓപ്ഷൻ ബൈയിങ് ആണ്. അപ്പോൾ നമ്മളുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ
വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇപ്പം മാർക്കറ്റ് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളുടെ കോസ്റ്റിലോട്ട് നമ്മൾ 3000 4000ൻ്റെ പ്രോഫിറ്റിലായിരുന്നു. ഇപ്പോൾ തിരിച്ച് നമ്മളുടെ കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇൻഡെക്റ്റാണ് ഒരു 30 to 33 റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസും നമ്മുടെ ഇൻഡെക്റ്റാണ്. മാർക്കറ്റ് ശരിക്കും താഴത്തോട്ടൊരു നമ്മളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് അവിടുന്ന് തിരിച്ച് കയറിപ്പോയാലും മതി. പക്ഷേ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എത്തിക്കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നു, നമ്മൾ ഇറങ്ങുന്നതായിരിക്കും. ഇത് ഇപ്പോൾ ഒരു 3000 സംതിങ്ങിൻ്റെ ഒരു 5000 ഒരു 6000 ഓക്കെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തു. ഇന്നത്തെ ട്രേഡ് നമുക്ക് ലോസാണ്. ഓക്കെ, താങ്ക് യു.